PWD-AE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എക്സാം ഡേറ്റ് വന്നു. സോ നമുക്ക് ഹാർഡ്ലി 60 ഡേയ്സ് മറ്റോ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. സോ ഈ 60 ഡേയ്സിൽ നമുക്ക് ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യണം. മാത്രമല്ല നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സബ്ജക്ട്സ് എടുക്കുമ്പോഴത്തേക്ക് ഓരോ സബ്ജക്ട്സ് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രോപ്പർ അനാലിസിസ് നിങ്ങൾക്ക് ചിലപ്പോൾ നടത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ ഇതിന് സമയം കൂടുതൽ കൊടുക്കും. എല്ലാം നമ്മൾ പഠിക്കണം, ബട്ട് സ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം റിവിഷൻ വേണ്ട ചില ടോപ്പിക്സ് ഉണ്ടാകും. അതായത് റിപ്പീറ്റഡ്ലി ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് റിവിഷൻ കൊടുത്താൽ മാത്രമേ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്ത് അതല്ലെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അത് 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ്. ഓരോ സബ്ജക്റ്റും ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഹോട്ട് ടോപ്പിക്സിന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഏത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, സ്ഥിരം PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന. സോ ഈ ഹോട്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് നോക്കിയിട്ട് ആ ടോപ്പിക്സ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്ട്സിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആണ് വരിക. അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പല സബ്ജക്ട്സിന്റെ ബേസിക്സ് ആണ്. നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കാതെ ഒരിക്കലും നമ്മുടെ RCC ഡിസൈനോ അല്ലെങ്കിൽ സ്റ്റീൽ ഡിസൈനോ ഒന്നും അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. സ്ട്രക്ചറൽ അനാലിസിസ് പോലും പഠിക്കാൻ പറ്റത്തില്ല. സോ നമുക്കൊരു 30-40 മാർക്ക് കിടക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്കിപ്പ് ആക്കുക സാധിക്കാത്തതും അതുകൊണ്ട് തന്നെ ആദ്യം പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ, ബെൻഡിങ് മൊമെന്റ്, ടോർഷൻ, പ്രിൻസിപ്പൽ സ്ട്രെസസ്. പ്രിൻസിപ്പൽ സ്ട്രെസസ് ഒരുപാട് എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സ്ട്രെസസ് അങ്ങനെ കയറി ചോദിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് എല്ലാവരും വിട്ട് കളയുന്ന ഒരു ടോപ്പിക്കാണ്. ബട്ട് 1 മാർക്ക് നമുക്ക് അവിടെ മിക്കവാറും ചോദിക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസസ് എന്തായാലും പഠിക്കാം. പിന്നെ നമുക്ക് മോസ്റ്റിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നിർബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനകത്ത് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, എല്ലാ ചാപ്റ്ററിലും ഫോർമുലാസ് ഉണ്ട്. സോ ഈ ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര കോൺസെപ്റ്റ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഫോർമുലാസ് അറിയത്തില്ലെങ്കിൽ അവിടെ എക്സാം ഹോളിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഒരു ഫോർമുല ഷീറ്റ് നിങ്ങൾ ഫോം ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ദിവസവും നിർബന്ധമായ ഒരു 10 ന്യൂമറിക്കൽസ് എങ്കിലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിന്ന് ചെയ്തിരിക്കാം. അതായത് 10 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പോർഷനിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. കാര്യം നമുക്ക് 6 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ 6 ന്യൂമറിക്കൽസ് ആയ വർഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 10 ന്യൂമറിക്കൽസ് എങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഗേറ്റിന്റെയും അതുപോലെ തന്നെ കേരള PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ESCയുടെ പ്രിലിംസിന്റെ ചോദ്യ പേപ്പറുകളിലുള്ള സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ചോദ്യങ്ങളും നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ഫയൽ എടുത്ത് അതിനകത്ത് നമുക്ക് വേറെ സ്റ്റേറ്റിന്റെ PSC ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി വർക്ക്ഔട്ട് ചെയ്താൽ ഈ സബ്ജക്ട് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു 6 മാർക്ക് കിട്ടും. ഒത്തിരിയും ട്വിസ്റ്റ് ചെയ്തൊന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖല അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ടോപ്പിക്കും മിസ്സാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ ആ 6 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. സ്ട്രക്ചറൽ അനാലിസിസ് എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ആൻഡ് ബിടെക്കിന് പഠിക്കുന്ന പല ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ ബിടെക്കിന് നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ പേടിയോടുകൂടി കണ്ടിരുന്ന ഒരു പേപ്പറാണ്. പക്ഷെ അത്രയും പേടിക്കേണ്ട, ബിക്കോസ് നമുക്ക് ഇൻഡെപ്ത് ഒന്നും തന്നെ ഇവിടെ കാൽക്കുലേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ അതിന്റെ 4-5 മാർക്കും നമുക്ക് കിട്ടും. സോ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ട്രസ് അനാലിസിസ് ആണ്. ട്രസ് അനാലിസിസ് നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും, അതായത് മെത്തേഡ് ഓഫ് സെക്ഷനും ജോയിന്റും പഠിക്കണമെന്നല്ല, സീറോ ഫോഴ്സ് വരുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ സാധാരണ സിമ്പിൾ ട്രസ്റ്റിന്റെ അനാലിസിസ് ഒക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസിന്റെയും സ്ലോപ്പ് ഡിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇവിടെ സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. പിന്നെ ILD ആർച്ചസ്, ഈ 2 ടോപ്പിക്കും വളരെ വലിയ ടോപ്പിക് ഒന്നുമല്ല. ILD കുറച്ചധികം പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് ആർച്ചസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയത്തിന്റെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആർച്ചസ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആർച്ചസിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അതും പഠിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡിറ്റർമിനസി, ഇൻഡിറ്റർമിനസി. ഇപ്പൊ നമുക്കൊരു ഫിക്സഡ് ബീം തന്നിട്ട് അതിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഒക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. സോ സ്റ്റെബിലിറ്റി, ഇൻഡിറ്റർമിനസി ആ ചാപ്റ്ററും നിങ്ങൾ നിർബന്ധമായും പഠിക്കാം. പിന്നെ
എല്ലാ ദിവസവും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് വലിയ വലിയ ചോദ്യങ്ങളൊന്നുമല്ല. നിങ്ങൾ പഠിക്കേണ്ട മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പഠിക്കണം, ആർച്ചസ് പഠിക്കണം, ILD പഠിക്കണം. ഈ 3 ചോദ്യങ്ങൾ എന്തായാലും പേപ്പറിൽ കാണും. പിന്നെ 3 മൊമെന്റ് ഇക്വേഷനോ കാനിയസ് തിയറോ ഒക്കെ ബേസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള തിയറി ഒരു ക്വസ്റ്റനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഈ ഒരു ടോപ്പിക്കിൽ. ഇനി അടുത്ത ക്വാണ്ടിറ്റി ടെക്നോളജി ആൻഡ് RCC ഡിസൈൻ ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു 25ഓളം മാർക്ക് നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് കാണും. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, ഒരു പരീക്ഷയുടെ 25% ചോദ്യങ്ങൾ വരുന്ന 2 പേപ്പേഴ്സ് ആണ് ഇത്, ക്വാണ്ടിറ്റിയും RCC. അപ്പൊ എന്തുകൊണ്ടും കൂടുതൽ ഫോക്കസും കൂടുതൽ ടൈം റിവിഷനും കൊടുക്കേണ്ട ഒരു പോർഷൻ ആണിത്. ഇവിടെ നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ, RCCയുടെ ബീം, സ്ലാബ്, കോളം, IS 456-2000 ബേസ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് IS കോഡിന്റെ ക്ലോസസ് പഠിക്കാനാണ്. അതായത് IS കോഡിന്റെ ക്ലോസസ് എത്രയും ഡെപ്തിൽ പഠിക്കാൻ പറ്റുമോ, എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലോസ് പോലും വിടാതെ പഠിക്കാൻ പറ്റുമോ, വെൽ ആൻഡ് ഗുഡ്. അത്രയും നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് ഈ ഡയറക്റ്റ് കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലോസസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസോ PSC മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ IS 456-2000 അല്ലെങ്കിൽ IS 1343, IS 3370 ഈ 3 കോഡുകളും RCC പഠിക്കുന്ന സമയത്ത് തറവായിട്ട് പഠിച്ചിരിക്കുക. എസ്പെഷ്യലി 3370ൽ പെർമിസിബിൾ സ്ട്രെസ്സസിന്റെ ഭാഗത്തിൽ നിന്ന് പെർമിസിബിൾ സ്ട്രെസ്സസ് പഠിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ IS 1343ൽ നമുക്ക് ക്രാക്സിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ പ്രീസ്ട്രെസ് കോൺക്രീറ്റിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് വരുന്ന എല്ലാം കോഡിനെ ബേസ് ചെയ്ത് പഠിക്കണം. കഴിഞ്ഞ AEPWDയുടെ ചോദ്യ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, 2023 പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാം. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ LSTD എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് IS 3370 പാർട്ട് 1, പാർട്ട് 2ന്റെ ഒക്കെ ടേബിളിൽ നിന്ന്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പോലും കോഡിനെ ബേസ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ക്രാക്ക് വിഡ്ത്ത് ചോദിക്കാം, അതുപോലെ സ്റ്റീലിന്റെ ഗ്രേഡ് ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കോഡിനെ ബേസ് ചെയ്ത് ചോദിക്കാം. സോ കോഡൽ പ്രൊവിഷൻസ് ആണ് ഇവിടെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോക്കേണ്ടത്. ഇനി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എടുക്കുമ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് 2-3 മാർക്ക് വെയിറ്റേജ് മാത്രമേ ഉള്ളെങ്കിലും ആ 2-3 മാർക്ക് കിട്ടുക എന്നുള്ളത് അനിവാര്യമാണ് നമുക്ക്. അപ്പൊ ഇവിടെ ടെൻഷൻ, കംപ്രഷൻ മെമ്പേഴ്സ്, റിവറ്റ് ആൻഡ് വെൽഡഡ് ജോയിന്റ്സ് അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മുടെ എന്താ പറയാ, ഒരുപാട് അങ്ങ് കാണാൻ പഠിക്കാൻ നിൽക്കരുത്, വിഷ്വലൈസ് ചെയ്ത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പഠിക്കാൻ നോക്കുക. എസ്പെഷ്യലി നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ കണക്ഷൻസിന്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ലോങ് ജോയിന്റ് ഉള്ള കോൺസെപ്റ്റ് ഉണ്ട്, ഷിയർ ലാഗിന്റെ കോൺസെപ്റ്റ് ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബെയറിംഗിൽ നമുക്ക് ലോഡ് ട്രാൻസ്ഫർ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. കാണാതെ പഠിക്കാൻ നിൽക്കരുത്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വിഷ്വലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. IS 800 ഒരുപാട് തവണ റിവൈസ് ചെയ്യാൻ നോക്കുക. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ് പ്രൊവിഷൻസ് ഒക്കെ ക്ലാസ്സസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ IS 800 വെച്ചിട്ട് നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പഠിക്കാൻ. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. ഇവിടെ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ, അതുപോലെ തന്നെ പൈപ്പ് ഫ്ലോ, ഓപ്പൺ ചാനൽ ഫ്ലോ, ഹൈഡ്രോളിക് മെഷീൻസ്, ഇത്രയും ഓപ്പൺ ചാനൽ ഫ്ലോയും അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസും സ്പെഷ്യൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. യൂണിറ്റ് കൺവേർഷൻ, ഡയമെൻഷൻ അനാലിസിസ് ഒക്കെ പ്രത്യേകം പഠിക്കുക. ഇനി PSCക്ക് ന്യൂമറിക്കൽസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ കറക്കി ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി ഹൈഡ്രോളിക് മെഷീൻസും ഓപ്പൺ ചാനൽ ഫ്ലോയും വരുന്ന ഭാഗത്ത് ന്യൂമറിക്കൽസ് മിസ് ഔട്ട് ആക്കാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് അങ്ങനെ അധികം പ്രോബ്ലംസ് ചോദിക്കാറില്ല. എന്നാൽ നമ്മുടെ കനാൽ ഡിസൈൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ലേസീസ് ആൻഡ് കെനഡീസ് തിയറി പഠിക്കുക. അതുപോലെ തന്നെ കനാൽ സെക്ഷൻസ്, ടൈപ്പ് ഓഫ് വെയേഴ്സ്, ദെൻ ഡ്യൂട്ടി ഡെൽറ്റ റിലേഷൻഷിപ്പ് എപ്പോഴും ചോദ്യം വരുന്നതാണ്. ഈവൻ ഓവർസിയർ എക്സാംസിനും AE എക്സാമിനും ഒക്കെ അതേ നിലവാരത്തിൽ തന്നെ ഡ്യൂട്ടി ഡെൽറ്റ ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് ചോദ്യപേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ സർവേയിങ് ആൻഡ് ലെവലിംഗ് എടുക്കുമ്പോഴത്തേക്ക് ടെക്യോമെട്രി, ട്രാവേഴ്സിംഗ്, അതുപോലെ തന്നെ കോണ്ടൂറിങ്, പിന്നെ ഫോർമുലാസ് ഉള്ള അടുത്തൊരു പേപ്പറാണ്. ഫോർമുല ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ട് വാല്യൂസ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സർവേയിങ് ആൻഡ് ലെവലിങ്ങിനകത്ത്. അടുത്തത് നമ്മുടെ അടുത്തൊരു കോറാണ് സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു പേപ്പറാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ട് വിഷ്വലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ കൺസോൾട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബെയറിംഗ് കപ്പാസിറ്റി, പെർമിയബിലിറ്റി, പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. ഇവിടെ നമുക്ക് ചെയ്യേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് പ്രഷറിന്റെ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഷിയർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ, പെർമിയബിലിറ്റി, പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, ഇത്രയും ഭാഗങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. കോമ്പാക്ഷൻ അത്രയങ്ങ് നമുക്ക് ഡീപ്പായിട്ട് ചോദിച്ചിട്ടില്ല, ബട്ട് മിസ് ഔട്ട് ആക്കരുത്. എന്നാലും ഞാൻ പറയാണ്, കൂടുതൽ തവണ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് പറഞ്ഞത്. ഇനി മാത്രമല്ല, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുക. നമുക്ക് LSTD AE ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയാണ്, ജൂലൈ മാസത്തിലെ പരീക്ഷ എടുത്താലും
നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടെ ടൈം എടുത്തതും ചെയ്യാൻ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതും GT പ്രോബ്ലംസ് ആണ്. സോ ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് GTയുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഗേറ്റ് എക്സാമിന് GT ആണ്. സോ GTയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗേറ്റിന്റെ 1 മാർക്കും 2 മാർക്കും ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ബ്രിക്ക്, ടിമ്പർ ഒക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട, സിമെന്റ്. പിന്നെ ഈ വാല്യൂസ്, അതായത് കംപ്രസീവ് സ്ട്രെങ്ത്, ഫൈനസ്, സൗണ്ട്നസ്, അങ്ങനെ കുറെ വാല്യൂസ് ഇവിടെ നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. അപ്പൊ ഇത് കാണാതെ പഠിക്കുന്നതിനേക്കാളും നമ്മുടെ സ്മാർട്ട് വർക്ക് ആയ ഫ്ലാഷ് കാർഡ്സോ മെനോമോണിക്സോ ടെക്നിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാവുന്നതാണ്. ഇനി അടുത്ത എൻവയോൺമെന്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ എൻവയോൺമെന്റലും ട്രാൻസ്പോർട്ടേഷനും രണ്ടും സെപ്പറേറ്റ് 20 മാർക്കോളം വെയിറ്റേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ്, സീവേജ് ട്രീറ്റ്മെന്റ്, റോഡ് മെറ്റീരിയൽസ്, ജോമെട്രിക് ഡിസൈൻ, ഇത്തരം ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുക. BOD, COD, ട്രീറ്റ്മെന്റ് ഫ്ലോ ഡയഗ്രാംസ് ഒക്കെ പഠിക്കുക. പിന്നെ നിർബന്ധമായും എൻവയോൺമെന്റലിലെ പ്രോബ്ലംസും ട്രാൻസ്പോർട്ടേഷനിലെ സിമ്പിൾ പ്രോബ്ലംസും പഠിക്കുക. അതിൽ റെയിൽവേയിലെ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ ലൈക്ക് നമ്മുടെ കാർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. എയർപോർട്ടിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. ചിലപ്പം എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ റൺവേ കറക്ഷനിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ പ്രോബ്ലംസ് നിർബന്ധമായി തിയറി ടോപ്പിക്സ് ആണെന്ന് കരുതി ട്രാൻസ്പോർട്ടേഷൻ തിയറി മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഈവൻ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നിന്ന് പോലും നമുക്ക് കപ്പാസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പ്രോബ്ലംസ് ചോദിക്കും. കപ്പാസിറ്റിയുടെ തിയറിയും കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡീഷൻ, ഇത്രയും നമ്മൾ സബ്ജക്ട് വൈസ് പറഞ്ഞെങ്കിലും ഇനി നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് ബോണസ് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം. കാര്യം നമുക്ക് LSTD പേപ്പർ എടുത്ത് ലേറ്റസ്റ്റ് പേപ്പർ എടുത്ത് നോക്കിയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അത് 10 മാർക്ക് ആവട്ടെ, 5 മാർക്ക് ആവട്ടെ, 2 മാർക്ക് ആവട്ടെ, എന്നാൽ പോലും അത് നമുക്ക് അവിടെ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. സോ നിർബന്ധമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 2020 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് വീക്ക്ലി അറ്റൻഡ് ചെയ്യുക. അതായത് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ ടേബിളിൽ ആകെപ്പാട് OMR ഷീറ്റും പെന്നും മാത്രമേ കാണാവുള്ളൂ. ടൈമറും ഓൺ ചെയ്ത് വെക്കുക. വേറൊരു ബുക്സോ വേറൊരു കാര്യങ്ങളോ പാടില്ല. ടൈമർ വെച്ച് തന്നെ 1.5 മണിക്കൂറിന്റെ മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോർമുല, അതുപോലെ നിങ്ങൾ എഴുതി വെക്കുന്ന മെനോമോണിക്സ്, ഫ്ലാഷ് കാർഡ്സ് അടങ്ങിയ ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷനും അവസാന നിമിഷം നിങ്ങളുടെ ഒരു ടെൻഷൻ ഒഴിവാക്കാനും ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഒരു ദിവസം പഠിക്കാതെ സബ്ജക്ട്സ് മിക്സ് ചെയ്ത് പഠിക്കുക. അത് നിങ്ങളുടെ ഒരു നോളജ് അനുസരിച്ച് ഏറ്റവും അറിയാവുന്ന സബ്ജക്ട്സിന് കുറവ് ടൈമും അറിയാത്ത സബ്ജക്ട്സിന് കൂടുതൽ ടൈം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലെവൽ ഓഫ് നോളജ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 60 ദിവസം ഉണ്ടെങ്കിൽ ഒരാഴ്ച പഠിച്ചു, അടുത്ത ആഴ്ച നിങ്ങളൊന്ന് ഡള്ളായി, അത് നമുക്കിവിടെ പാടില്ല. ഓഫ് കോഴ്സ് നമുക്ക് ഒരു ഹ്യൂമൻ ബീങ് ഒരിക്കലും ഒരേ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് ചെയ്യണം എന്നില്ല. പക്ഷെ നമുക്കിവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കീ ആണ്. നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി നമുക്ക് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുത്ത് നന്നായി ബുദ്ധിമുട്ടിയാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. 2 മണിക്കൂറോ 3 മണിക്കൂറോ 60 ദിവസം പഠിച്ചുകൊണ്ട് തന്നെ PWD എന്ന് പറയുന്ന ജോലി നമുക്ക് കിട്ടത്തില്ല. ഒരു 6-7 മണിക്കൂർ എല്ലാ ദിവസവും സ്പെയർ ചെയ്യണം. അതും കൺസിസ്റ്റന്റ് ആയിട്ട് സ്പെയർ ചെയ്താൽ മാത്രം പോരാ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ 6-5 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നിങ്ങളുടെ ജോലി കിട്ടുള്ളൂ. സോ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട്, കൺസിസ്റ്റൻസി ഇസ് ദ കീ. റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ കൺസിസ്റ്റൻസി, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക് വേണം. 2 മാസം മാത്രമേ നമുക്ക് സ്പെയർ ചെയ്യേണ്ടിയുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കരിയർ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ റിഫ്രെയിൻ ചെയ്ത് നിന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇനിയുള്ള ദിവസം നമുക്ക് പഠിക്കാം. സോ നമ്മുടെ എൻട്രിയിൽ PWD AE സർട്ടിഫൈഡ് ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്രാഷ് ബാച്ച് പോലെ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്ത് ആണ് നമ്മുടെ ടോപ്പിക്സ് കൊടുക്കുന്നത്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ്. നമ്മുടെ ഗേറ്റിന്റെ, അതുപോലെ തന്നെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ AESCയുടെ പ്രിലിംസ് ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫിൽ ചെയ്യുക. താങ്ക്സ്.